ഫാദർ എന്നതൊരു ജോഷി കരുതണ്ട. മയ്യാറ്റിൽ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിന് മറുപടി നൽകാനായിട്ട് DCC പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് ടെലിഫോൺ ലൈനിൽ വീണ്ടും ചേരുന്നുണ്ട്. നേരത്തെയും അദ്ദേഹം ഉണ്ടായിരുന്നു. ഷിയാസ്, ഞാൻ വീണ്ടും വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫാദർ ജോഷി മയ്യാറ്റിൽ അദ്ദേഹം ലത്തീൻ സഭയുടെ ഒരു മുതിർന്ന വൈദികൻ കൂടിയാണല്ലോ, KCBCയുടെ പ്രതിനിധിയുമാണ്. അദ്ദേഹം പറഞ്ഞത് അവിടെ ഉച്ചയ്ക്ക് നടന്നതൊക്കെ നാടകമായിരുന്നു എന്നാണ്. ഹൈബി ഈഡൻ അങ്ങനെ നേരിട്ടൊരു ചർച്ച നടത്തിയിട്ടില്ല എന്നാണ്. എന്താണ് ഷിയാസ് നടന്നത് ശരിക്കും? അല്ല, ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി കോളേജ് സ്കൂൾ മാനേജ്മെന്റും അതുപോലെ ബന്ധപ്പെട്ട വൈദികരും എല്ലാവരുമായി ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ഒരു പബ്ലിക് ഇഷ്യൂ ആയി വന്ന സമയം മുതൽ ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. ഈ പാരന്റ്സിനെയും ഞങ്ങൾ ബന്ധപ്പെട്ടു. അവരോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഈ നാടിന്റെ നിയമവശങ്ങളും ഇപ്പോൾ ചില ആളുകൾ ചേർന്ന് ആസൂത്രിതമായി ഉണ്ടാക്കുന്ന സാമുദായിക പ്രശ്നങ്ങളടക്കം ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ വളരെ കൃത്യമായി കുടുംബത്തെയും ബോധ്യപ്പെടുത്തി. അവർക്ക് വളരെ കൃത്യമായി അത് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് ഈ പറയുന്ന സ്കൂളിലെ ആ പഠിക്കുന്ന കുട്ടിയുടെ പാരന്റ്, പിതാവും ഞാനും ഹൈബി ഈഡനും മുൻ മന്ത്രി ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, നിലവിലെ MLA ശ്രീ K ബാബു മുൻ മന്ത്രി, ഞങ്ങൾ എല്ലാവരും വന്ന് സ്കൂളിലെ നമ്മൾ ചർച്ച ചെയ്തു. അവരോട് സംസാരിച്ചു. പ്രിൻസിപ്പൽ ഉണ്ടായില്ല. ഒരു AEയുടെ മീറ്റിങ്ങിന് അവർ ആ സമയത്ത് പോയിരുന്നു. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം മാധ്യമപ്രവർത്തകരെ AEയുടെ മീറ്റിംഗ് കഴിഞ്ഞ് പ്രിൻസിപ്പൾ വരുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അവർക്ക് വരാൻ അസൗകര്യമുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പുറത്തു വന്നു, മാധ്യമപ്രവർത്തകരെ കണ്ടു. ആ മാധ്യമപ്രവർത്തകരോട് ഞാനും ഹൈബി ഈഡനും സംസാരിച്ചു, ഈ കുട്ടിയുടെ പിതാവും സംസാരിച്ചു. അവർ പറഞ്ഞത് ഈ സ്കൂളിന്റെ കോഡ് ഓഫ് കണ്ടക്ട് അനുസരിച്ച് എന്റെ മകൾ നാളെ മുതൽ ക്ലാസ് തുടങ്ങുമ്പോൾ ഇവിടെ ഒന്ന് പഠിക്കുക. ആ മകൾ മാത്രമല്ല, ഒരു മകനും അവിടെ പഠിക്കുന്നുണ്ട്. പിന്നെന്താ കുഴപ്പം? ശരി, ഫാദർ ജോഷി മയ്യാറ്റിൽ പിന്നെന്താണ് കുഴപ്പം? ഇതാണ് ഷിയാസ് പറയുന്നത്. ഷിയാസ് കൂടെ ഉണ്ടായിരുന്നു, ഹൈബിയുടെ കൂടെ ഉണ്ടായിരുന്നു ഫാദർ. എങ്കിൽ ഷിയാസ് പറയട്ടെ, അവിടുത്തെ പ്രിൻസിപ്പലുമായിട്ടോ അവിടുത്തെ മാനേജറുമായിട്ടോ ഇവർ സംസാരിച്ച ഒരു ധാരണയിൽ വന്നോ? പറയട്ടെ. ഷിയാസ്, അങ്ങനെ ഒരു ധാരണ ഉണ്ടായോ? ഞാൻ പ്രിൻസിപ്പളുമായി സംസാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നില്ല. അവർ AEയുടെ മീറ്റിങ്ങിനാണ് പോയിരുന്നത്. ബാക്കിയുള്ള സിസ്റ്റർമാരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ഉത്തരവാദിത്തപ്പെട്ടവര് മാനേജറും പ്രിൻസിപ്പളും സിസ്റ്റേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു തീരുമാനം പറയാൻ ഞങ്ങൾ ആളുകളല്ല, ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവര് പ്രിൻസിപ്പളും മാനേജറുമാണ്. അതുകൊണ്ട് അവർ വന്നേ സംസാരിക്കാൻ പറ്റുള്ളൂ. അവർ പുറത്താണ്, അവരെപ്പോ വരുമെന്ന് പറയാൻ പറ്റില്ല. ഇനി ഞാനിപ്പോ മഞ്ജുഷിനോട് ഒരു കാര്യം കൂടി വ്യക്തമാക്കാം. ഇപ്പോൾ 4 കോള് ഇപ്പോ സിസ്റ്റേഴ്സിന് വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ സംസാരിക്കുന്ന നേരത്ത് 4 കോള് വന്നിരിക്കുന്നു. അതിൽ ഒന്ന് കാക്കനാടുള്ള സിവിൽ സ്റ്റേഷനിൽ നിന്ന് സിസ്റ്റേഴ്സിന് കോള്. മൊത്തത്തിൽ ഇന്നലെയും ഇന്നുമായി 4 കോളുകൾ വന്നു. നോക്കണം, സ്കൂൾ രജിസ്ട്രേഷൻ ഫയൽ, സ്കൂൾ റെക്കഗ്നിഷൻ ഫയൽ പിടിച്ചു വയ്ക്കും എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കാക്കനാടുള്ള സിവിൽ സ്റ്റേഷനിൽ നിന്ന് സിസ്റ്റേഴ്സിന് ഇപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് കോൾ വരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് സ്കൂൾ റെക്കഗ്നിഷൻ ഫയൽ പിടിച്ചു വയ്ക്കും എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കാക്കനാടുള്ള സിവിൽ സ്റ്റേഷനിൽ നിന്ന് സിസ്റ്റേഴ്സിന് കോൾ വരുന്നത്? ഇന്നിപ്പോ 4 കോൾ വന്നു. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്താണ്. അപ്പോൾ അതായത് അംഗീകാരം റദ്ദാക്കുമെന്ന് അല്ലേ? അതായത് ഇത് ഭയപ്പെടുത്തുന്ന പരിപാടിയാണ്. നോക്കണം, ഷിയാസ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. മാനേജറുമായിട്ടോ പ്രിൻസിപ്പലുമായിട്ടോ ഇവർ ഇദ്ദേഹമോ MP-യോ സംസാരിച്ചിട്ടില്ല. ഞാൻ വളരെ കൃത്യമായിട്ടാണല്ലോ പറഞ്ഞത്. ഞാൻ പ്രിൻസിപ്പളുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഞാൻ ഇന്നലെ സംസാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ 2 ദിവസമായി സംസാരിക്കുന്നുണ്ട്. അതെനിക്ക് ഇവിടെ ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന ഫാദർ ജോഷി മയ്യാറ്റിലിനോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചില്ലല്ലോ. അദ്ദേഹം പ്രിൻസിപ്പളുമായി ഞാൻ സംസാരിച്ച കാര്യം അദ്ദേഹം ചോദിച്ചില്ലല്ലോ. അപ്പൊ അദ്ദേഹം വന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വർത്താനം പറയണ്ട. ഇവർ ഈ മുനമ്പം വിഷയത്തിലടക്കം ഇവരുടെ സമീപനം എന്തായിരുന്നെന്ന് ഞാനും മഞ്ജുഷി എല്ലാവരും കണ്ടതാണ്. ഈ മുനമ്പം വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഈ വർഗീയത ആളെ കത്തിക്കാൻ ഏറ്റവും കൂടുതൽ ഒരാൾ കൂടിയാണ് ഈ പറയുന്ന വൈദികൻ. അത് മാത്രമല്ല, ഹൈബി ഈഡൻ MP-യോട് വളരെ മോശമായ രീതിയിൽ പെരുമാറിയ സംസാരിച്ച ഒരാൾ കൂടിയിട്ടാണ്. സ്വാഭാവികമായും ഒരു സ്കൂളിൽ ഒരു വിഷയം നടന്നാൽ അത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അത് അവിടെ ഇടപെടുക എന്നുള്ളത് ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും ഉത്തരവാദിത്വമാണ്.
ഞങ്ങൾ ആ ഉത്തരവാദിത്വമാണ് ഞങ്ങൾ നിർവഹിച്ചത്. ആ ഉത്തരവാദിത്വം നിർവഹിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല ആ കുട്ടി പരാതി കൊടുത്ത കുട്ടിയുടെ പിതാവ് വന്നിട്ട് ആ സ്കൂളിൽ മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്, പ്രിൻസിപ്പളെ കാണാൻ വന്നിട്ട് കണ്ടില്ല. മാധ്യമപ്രവർത്തകരോട് എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല, ഞങ്ങൾക്ക് പരാതിയില്ല, സ്കൂളിന്റെ കോഡ് ഓഫ് കണ്ടക്ട് അനുസരിച്ച് എന്റെ കുട്ടി ഇവിടെ പഠിക്കും എന്ന് പറയുന്നത്. പിന്നെ എന്താ പ്രശ്നം? പിന്നെ അവിടെ പ്രശ്നപരിഹാരം നടന്നു കഴിഞ്ഞുവല്ലോ ഫാദർ ജോഷി മയ്യാറ്റി. പരിഹാരം നടന്നില്ലേ? പിന്നെ എന്താ കുഴപ്പം? അത് അവരെ നേരിട്ട് കണ്ട് പറയാൻ പറ്റില്ല. അത് നേരിട്ട് പ്രിൻസിപ്പളിനെ കാണുമ്പോഴും അത് നേരിട്ട് കണ്ട് പറയും. അതിനകത്ത് എന്താ മാറ്റം? ഫോണിൽ സംസാരിച്ചു എന്നും അവർ ഫാദർ അവിടെ ആ കുട്ടിയുടെ പിതാവ് തന്നെ വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചുവല്ലോ. കുട്ടി ഇനി ഹിജാബ് ധരിച്ചു വരില്ല, സ്കൂളിന്റെ നിയമം അനുസരിച്ച് കൊള്ളാമെന്ന്. അപ്പോൾ അതിന് വിരുദ്ധമായി പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. നമുക്ക് വിദ്യാഭ്യാസ മന്ത്രിയെ കുറ്റപ്പെടുത്താം ഇക്കാര്യത്തിൽ, പക്ഷെ ഹൈബിയെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും? അത് അങ്ങനെ മീഡിയയുടെ മുൻപിൽ പറയുകയോ ഇല്ലാത്ത കാര്യമുണ്ട് ഞങ്ങൾ സംസാരിച്ച് തീർത്തു എന്ന് പറയുകയോ അല്ല വേണ്ടത്. മറിച്ച് അവിടെ സ്കൂൾ അധികൃതരോട് നേരിട്ട് സംസാരിച്ച് അവർ കൃത്യമായി എഴുതി രേഖാമൂലം കൊടുത്താൽ മാത്രമേ കാര്യം നടക്കൂ. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒത്തിരി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഷിയാസ്, ഒടുവിൽ വന്നപ്പോൾ പ്രശ്നപരിഹാരം ആവിയായി പോയല്ലോ. ഷിയാസ്, ഒരു കാര്യം, ഇപ്പോൾ പ്രശ്നപരിഹാരം എവിടെ പോയി? കാരണം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹിജാബ് ആകാമെന്നാണ്. അത് ആരുടെ പരാതിയിലാണ്? ആ പിതാവിന്റെ പരാതിയിൽ തന്നെയാണ്. മഞ്ജുഷ, ഇതൊക്കെ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഈ ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നങ്ങൾ ഉണ്ടാകണം എന്ന് കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്ത് RSSും സംഘപരിവാറും നടത്തുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്, കാസയെ ഉപയോഗപ്പെടുത്തി. ആ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത് നമ്മൾ ആദ്യം കണ്ടത് മുനമ്പത്താണ്. മുനമ്പത്ത് ഏത് രീതിയിലാണ് സർക്കാർ അതിനെ കൈകാര്യം ചെയ്തത്? സർക്കാർ കൈകാര്യം ചെയ്തത് RSSന് വളമിട്ട് കൊടുക്കുന്ന രീതിയിലാണ് കൈകാര്യം ചെയ്തത്. അത്രയധികം പ്രശ്നങ്ങൾ മുനമ്പത്ത് വന്ന് RSSും ഈ പറയുന്ന ജോഷി മയ്യാറ്റിൽ അച്ഛനും ഉൾപ്പെടെയുള്ള ആളുകളും നടത്തിയിട്ട് ഈ ജോഷി മയ്യാറ്റിൽ അച്ഛൻ തന്നെയാണ് പറഞ്ഞത് പുതിയ കേന്ദ്ര നിയമം വരും, വഖഫ് ഭേദഗതി നിയമ ഭേദഗതി ഉണ്ടാകും, അപ്പൊ അതുകൊണ്ട് മുനമ്പത്തുകാർക്ക് നീതി കിട്ടുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയിട്ട് പിന്നെ അച്ഛൻ ആ ഭാഗത്തേക്ക് ചെല്ലാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ 2 മാസമായിട്ട്. നിയമം വന്നതിന് ശേഷം ഈ പറയുന്ന ആളുകൾ ജനങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ അത് ഉണ്ടാകുന്നുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങളുടെ ഇടപെടലുണ്ടായത്. ഇടപെടലുണ്ടായപ്പോൾ ആ പരാതി പറഞ്ഞ മാതാപിതാക്കൾ അത് മനസ്സിലാക്കുകയും ആ പിതാവ് തന്നെ വന്ന് വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുകയും ചെയ്തു. അപ്പൊ ഈ ഭിന്നതയ്ക്ക് ഒരു ഇടം പോലും നൽകില്ല. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. കൊച്ചിയിലോ എറണാകുളത്തോ ഇനി പള്ളുരുത്തിയിലോ അത്തരത്തിൽ ആരെങ്കിലുമൊക്കെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാം എന്നുള്ള മനസ്സോടുകൂടി വന്ന് ഇത്തരത്തിൽ വ്യാജമായ ആരോപണങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് ഊതി വീർപ്പിക്കുന്ന ഈ പ്രശ്നങ്ങളെ ഒരു കാരണവശാലും അത് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഹൈബിയുടെ ഇടപെട്ടത്, അതുകൊണ്ടാണ് കെ ബാബു വന്ന് ഇടപെട്ടത്, 2 ജനപ്രതിനിധികളല്ലേ വന്ന് ഇടപെട്ടത്. അത് സിസ്റ്ററോട് പറയും. അത് സിസ്റ്ററോട് പറയാമെന്നപ്പോൾ സിസ്റ്റർ AEO വിളിച്ച മീറ്റിംഗിലായിരുന്നു. ഞാനാണ് സിസ്റ്ററെ രാവിലെ ഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞത്. അപ്പൊ ഞാൻ വരുന്ന സമയത്ത് AEO വിളിച്ച മീറ്റിങ്ങിന് അവർ പോയിരിക്കുകയായിരുന്നു. അപ്പൊ ഹൈബിയും വിളിച്ചിട്ടുണ്ട്, എല്ലാവരും വിളിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കണം. ഇക്കാര്യങ്ങൾ എന്താണ് വ്യക്തമാക്കുക. അപ്പൊ അതുകൊണ്ട് മഞ്ജുഷ്, ഈ പ്രശ്നങ്ങൾ അത് അവിടെ അവസാനിച്ചു. ഇനി അതും സമൂഹത്തിനിടയിൽ ഈ ജാതിയുടെ മതത്തിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ പരസ്പരം വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രവർത്തനം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് ഒരു കാരണവശാലും കോൺഗ്രസ് സമ്മതിക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല കാര്യത്തിൽ. പക്ഷേ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി അനുമതി നൽകിയല്ലോ ഷിയാസ്. വിദ്യാഭ്യാസ മന്ത്രി അനുമതി നൽകിയതോടുകൂടി സ്വാഭാവികമായിട്ടും ആ രക്ഷിതാവിനെ ആശ്വസിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അദ്ദേഹം ഉച്ചയ്ക്ക് പറയുന്ന നിലപാടിൽ വരണമെന്നില്ല. നിലവിൽ നമ്മുടെ രാജ്യത്ത് നിയമമുണ്ട്, ഭരണഘടന അനുസൃതമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ന്യൂനപക്ഷ സമുദായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നതിന് നിയമപരമായ നടപടികളുണ്ട്. നിരവധി പ്രാവശ്യം നിരവധി കാര്യങ്ങളെ കുറിച്ചിട്ട് കേരളം മുഴുവൻ ചർച്ച ചെയ്താണ്. ശ്വാസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഫീസിനെ കുറിച്ചിട്ടും അതിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചിട്ടും അധ്യാപക നിയമനെ കുറിച്ചും വിദ്യാർത്ഥികളുടെ പ്രവേശനത്തെ കുറിച്ചും ഒക്കെ നിരവധി ചർച്ചകളും സമരങ്ങളും എല്ലാം നടന്ന ഒരു നാടാണ്. കൃത്യമായ നിയമമുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാനേജ്മെന്റ് സ്കൂളുകളും കോളേജുകളും എല്ലാം പ്രവർത്തിക്കുന്നത്. അതിനകത്ത് എന്താ എതിരഭിപ്രായം ആർക്കും ഉള്ളത്? ഏതെങ്കിലും സർക്കാരുകൾക്കുണ്ടാ? അങ്ങനെ ഏതെങ്കിലും ഒരു ഉത്തരവ് കൊണ്ടുവന്നാൽ, സർക്കാർ പെട്ടെന്ന് കൊണ്ടുവന്നാൽ, ഒരു കൂടിയാലോചനകളില്ലാതെ എന്താണ് പ്രശ്നമെന്ന് പഠിക്കാതെ ഒറ്റ ദിവസം കൊണ്ട്, പരാതി കൊടുത്ത ദിവസം കൊണ്ട് ഈ മാനേജ്മെന്റുകളെയോ സ്കൂളുകളെയോ ഈ മാനേജറെയോ അല്ലെങ്കിൽ ഈ അധ്യാപകരെയോ വിളിച്ച് ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ അതെന്താണെന്ന് പരിഹരിക്കാതെ പെട്ടെന്ന് ഒരു ഉത്തരവ് നടപ്പിലാക്കിയാൽ ആ ഉത്തരവിന്റെ പേരിൽ ഉണ്ടാകാൻ പോകുന്ന പുകില് ഈ സർക്കാരിന് അറിയില്ലേ? ഈ ഉത്തരവിന്റെ പേരിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ
കേരളത്തിന്റെ പൊതുസമൂഹത്തിനിടയിൽ ഉണ്ടാകാൻ പോകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സർക്കാരിന് അറിയില്ലേ? സർക്കാർ വെറുതെ ബോധം ഇല്ലാത്ത സർക്കാരൊന്നുമല്ലല്ലോ. ശരി ഷിയാസ്, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശരി, നന്ദി ശ്രീ. ഉദ്യോഗസ്ഥന്മാർക്ക് ബോധമുണ്ടല്ലോ. ശരി, നന്ദി ശ്രീ മുഹമ്മദ് ഷിയാസ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. ഷിയാസും ഹൈബി ഈഡനും കൂടിയാണ് ഇന്ന് സ്കൂളിൽ പോയതും അതിനുശേഷമാണ് പ്രശ്നപരിഹാരം ഉണ്ടായതായി ഹൈബി ഈഡൻ പറഞ്ഞതും.